എന്താണ് കൗൺസിലിംഗ്? ഇപ്പൊ നമ്മൾ ഏതാണ്ട് ഒരു കൗൺസിലിംഗ് പൊസിഷനിൽ ഇപ്പോൾ നമ്മളിരിക്കുക. ഹസ്ബൻഡിന് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് അത് എങ്ങനെ കാണും, വൈഫ് എങ്ങനെ കാണും, മൂന്നാമതൊരു ഒബ്സർവർ എങ്ങനെ കാണും, അതിനെ ടെക്നിക്കലി ഒരു റൂട്ടിലാക്കി കൊടുക്കുക. ഇതാണ് കൗൺസിലിംഗിനകത്ത് നടക്കുന്നത്. നമ്മുടെ അടുത്ത് ഒരു അവരുടെ ഒരു വിഷമം പറയുന്നു, അതിനൊരു പരിഹാരം പറഞ്ഞു കൊടുക്കുക. സൈക്കോളജി വേണമെന്നൊന്നുമില്ല. ജനറൽ കൗൺസിലിംഗിന് നമുക്ക് ക്വാളിഫിക്കേഷൻസ് ഒന്നും ആവശ്യമില്ല. എന്താണ് കൗൺസിലിംഗ് എന്നുള്ളത് വളരെ ഡെപ്തിൽ പഠിക്കണം. CBT, ഹസ്ബൻഡിന് വേണ്ടി മാത്രമോ വൈഫിന് വേണ്ടി മാത്രമുള്ള കൗൺസിലിംഗ് ഉണ്ട്. ക്രൈസിസ്, ട്രോമ, അതിനുള്ള കൗൺസിലിംഗ് ഉണ്ട്. ഫാമിലിക്കുള്ള കൗൺസിലിംഗ് ഉണ്ട്. കപ്പിളിന് ഒന്നിച്ചുള്ള കൗൺസിലിംഗ് ഉണ്ട്. കരിയറിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ് ഉണ്ട്. സാധാരണഗതിയിൽ 5 വൈ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ്, എവിടെയാണ്, എപ്പോഴാണ്, ആരാണ്, എങ്ങനെയാണ്, ഒരു ഹൗ. ഇപ്പൊ ഈ 6 ചോദ്യങ്ങളിലൂടെ നമ്മൾ അതിന്റെ ലാസ്റ്റ് പേര് വരെ പോകും. ഞാനും സൈക്കോളജിസ്റ്റാണ്. നമുക്ക് ഒരാഴ്ച കൊണ്ട് പഠിച്ചു കഴിയാം, പക്ഷെ 90 ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത് യു ക്യാൻ ബി എ പെർഫെക്റ്റ് കൗൺസിലർ. സർ, കൗൺസിലിംഗ് പഠിക്കാനായിട്ടുള്ള നല്ല കോഴ്സ് ഉണ്ടോ? നമ്മുടെ കയ്യില് വളരെ ഇഫക്റ്റീവ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട്. വളരെ നമുക്ക് എങ്ങനെയാണ് കൗൺസിലിംഗ് നന്നായിട്ട് നടത്താൻ പറ്റുക എന്നുള്ളത്. ഇപ്പൊ ഈ ആക്ച്വലി കൗൺസിലിംഗിന്റെ മേഖലയെ കുറിച്ച് ആൾക്കാർക്ക് ഒരുപാട് തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്. ഈ ആക്ച്വലി എന്താണ് കൗൺസിലിംഗ്? നമ്മുടെ അടുത്ത് അവരുടെ ഒരു വിഷമം പറയുന്നു, ഒരു പ്രയാസം പറയുന്നു. അപ്പൊ ആ പ്രശ്നത്തിന് അവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്ന് അതിൻ്റെ പരിഹാരം പറഞ്ഞു കൊടുക്കുക. ഈ കൗൺസിലിംഗ്, ജനറൽ കൗൺസിലിംഗിന് നമുക്ക് ക്വാളിഫിക്കേഷൻസ് ഒന്നും ആവശ്യമില്ല. സൈക്കോളജി വേണമെന്നൊന്നുമില്ല. കൂടുതലും കൗൺസിലേഴ്സ് സൈക്കോളജി ചെയ്യുന്ന ആൾക്കാരാണ്, ചെയ്തിട്ടുള്ളവരുമാണ്. ഞാനും സൈക്കോളജിസ്റ്റാണ്. പക്ഷേ കൗൺസിലിംഗ് നമുക്ക് സൈക്കോളജി വലിയ അത്യാവശ്യമില്ല. ഇതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മനപ്രയാസമുണ്ട്, ഒരു പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അതൊരാളോട് പറയുമ്പം അതിന് എപ്പോഴും ഈ പെർസെപ്ച്വൽ പൊസിഷൻ എന്ന് പറഞ്ഞൊരു ടേമുണ്ട്. നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ അതെങ്ങനെ കാണും. അപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രോബ്ലമാണ്. അപ്പം ഹസ്ബൻഡിന് ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഹസ്ബൻഡ് അതെങ്ങനെ കാണും. അപ്പം വൈഫ് എന്റെ പ്രോബ്ലത്തെ വൈഫ് എങ്ങനെ കാണും. മൂന്നാമതൊരു ഒബ്സർവർ എങ്ങനെ കാണുന്നു. അപ്പൊ ഈ ഒബ്സർവർ എപ്പോഴും നമുക്ക് കൗൺസിലറാണ്. അപ്പം കൗൺസിലർ ഇത് രണ്ടും കാണുന്നുണ്ട്. വൈഫിന്റെ വ്യൂ പോയിന്റ്, ഇയാളുടെ വ്യൂ പോയിന്റ്, അയാളുടെ വ്യൂ പോയിന്റ്. അപ്പൊ ഇയാൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണ കൊണ്ടോ ഫുൾ ഇൻഫോംഡ് അല്ലാന്നതുകൊണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ടെക്നിക്കലി ഒരു റൂട്ടിലാക്കി കൊടുക്കുക. എന്നിട്ട് അയാളുടെ തന്നെ ഫാക്കൽറ്റി ഉപയോഗിച്ചുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്തി അത് ഓപ്പൺ അപ്പ് ചെയ്ത് അതിന്റെ കോൺസിക്വൻസും എല്ലാം ചോദിച്ച് ഫൈനലി അത് ക്ലോസ് ചെയ്യുക. ഇതാണ് കൗൺസിലിങ്ങിനകത്ത് നടക്കുന്നത്. അപ്പോൾ ഈ കൗൺസിൽ നമുക്ക് ചെയ്യുമ്പോൾ കൗൺസിലർ അനുവർത്തിക്കേണ്ട ഈ കുറേ കാര്യങ്ങളുണ്ട്. സാധാരണ ഇതിൽ ഞാൻ പഠിപ്പിക്കുമ്പം ഒരു കൗൺസിലിംഗ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞൊരിതുണ്ട്. 20 സ്റ്റെപ്സ് ആണ്. അപ്പൊ 20 സ്റ്റെപ്സ്. അപ്പൊ ആള് വരുന്നു, അത് പരിചയപ്പെട്ടിരിക്കുന്നു. ആദ്യമേ ഒരു റാപ്പോ, അപ്പൊ ഇരിക്കുന്നതിനൊരു പൊസിഷനുണ്ട്. ഇപ്പൊ നമ്മൾ ഏതാണ്ട് ഒരു കൗൺസിലിംഗ് പൊസിഷനിലാണ് ഇപ്പോൾ നമ്മളിരിക്കുന്നത്. അത് കഴിഞ്ഞ് റാപ്പോ ക്രിയേറ്റ് ചെയ്യുക. റാപ്പോ എന്ന് പറയുമ്പോഴത്തേക്കും അടുപ്പം, ഒരേ ചിന്തകൾ വരുന്ന ആൾക്കാര്, ഒരേ വിശ്വാസം വരുന്ന ആൾക്കാര്, ഒരേ ലൈഫ് സ്റ്റൈല്, ഇങ്ങനെയൊക്കെ ഉള്ളതും പെട്ടെന്ന് റാപ്പോ ആവും. അപ്പൊ അങ്ങനെ നമ്മൾ എപ്പോഴും ഒരുപാട് ക്ലയന്റുമായിട്ട് പലതിനും എഗ്രി ചെയ്ത് ചോദിച്ച് ഓപ്പൺ ചെയ്ത് ദെൻ ക്ലയന്റിന് നമ്മൾ ട്രസ്റ്റ് ഉണ്ടാകണം. ആ ഒരു ട്രസ്റ്റ് എന്തും പറയാം. പിന്നെ നമ്മുടെ കോൺഫിഡൻഷ്യാലിറ്റി, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ക്ലയന്റിനെ കൊണ്ട് പറയിക്കുക. അപ്പൊ ക്ലയന്റിനെ കൊണ്ട് ഇങ്ങനെ നമ്മൾ കാര്യം, അവരുടെ പ്രശ്നം എന്താണെന്ന് പറയുമ്പോൾ നമ്മൾ ആ പ്രശ്നം ഇങ്ങനെ അനലൈസ് ചെയ്ത് ഈസ് ഇറ്റ് ദ റിയൽ പ്രോബ്ലം ഓർ എ കംപ്ലൈന്റ് ഓർ ആൻ ഇമോഷണൽ ഇഷ്യൂ, ഇതിങ്ങനെ നമ്മൾ ഈഗോ ഇഷ്യൂ എന്താന്ന് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഏതാണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അതിന് നമ്മൾ ക്ലാരിറ്റി വീണ്ടും ചോദിക്കുക. അപ്പൊ ഈ സാധാരണഗതിയിൽ 5 വൈ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ടാണ്, എവിടെയാണ്, എപ്പോഴാണ്, ആരാണ്, എങ്ങനെയാണ്, ഒരു ഹൗ. അപ്പൊ ഈ 6 ചോദ്യങ്ങളിലൂടെ നമ്മൾ അതിന്റെ ലാസ്റ്റ് പേര് വരെ പോകും. അപ്പൊ അങ്ങനെയാണ് ആ പ്രോബ്ലം കണ്ടെത്തുന്നത്. അപ്പൊ അതുമായിട്ട് ആ പ്രോബ്ലത്തെ കുറിച്ച് ഐഡന്റിഫൈ ചെയ്ത് ഇവരെ കോൺട്രിബ്യൂട്ടർ ആണോ തെറ്റിദ്ധാരണയാണോ അതെല്ലാം പറഞ്ഞ് റിസോൾവ് ആയി പരിഹാരം എന്താണ്. അപ്പം അയാളോട് തന്നെ അയാൾ പറയും, നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള പരിഹാരങ്ങളുടെ ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് സജസ്റ്റ് ചെയ്യാം. ഫൈനലി ചെയ്യേണ്ട ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ, ഒരു സ്ട്രാറ്റജി ആൻഡ് കോഴ്സ് ഓഫ് ആക്ഷൻ എടുത്ത് മതിയാക്കുക. ഇതാണ് നമ്മുടെ ഒരു കൗൺസിലിങ്ങിനകത്ത് സാധാരണ നടക്കുന്നത്. നമുക്കൊരു ക്ലിനിക്കൽ കൗൺസിലിംഗ് ഒരു രോഗിയായിട്ടുള്ളതിനാണെങ്കിൽ അതിന് പ്രൊസീജിയർ വേറെയാണ്. അപ്പൊ ഞാനിവിടെ പഠിപ്പിക്കുമ്പോൾ രോഗികളെ പഠിപ്പിക്കുന്നില്ല, ഈ കോഴ്സിനകത്തും ഇല്ലത്. അപ്പൊ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ ഇതല്ല കൊടുക്കുന്നത്, ജനറൽ കൗൺസിലിംഗ് ആണ്.
ഇനി അത് നമ്മൾ കൊടുക്കുമ്പോൾ ഈ പ്രധാനമായിട്ട് ഇതിനകത്ത് പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഈ എന്താണ് കൗൺസിലിംഗ് എന്നുള്ളത് വളരെ ഡെപ്തിൽ പഠിക്കണം. കൗൺസിലിംഗ് ഹിസ്റ്ററി മുതൽ ഇപ്പോൾ വരെയുള്ള എന്തൊക്കെയാണ് കൗൺസിലിംഗ്, പിന്നെ അതിനകത്തുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ എങ്ങനെ ആയിരിക്കണം, വളരെ ആക്റ്റീവ് ലിസണിങ് ആയിരിക്കണം കൗൺസിലർ. അതുപോലെ കൗൺസിലർക്ക് എപ്പോഴും ഒരു എമ്പതി വേണം. അയാളുടെ വികാരങ്ങളും പ്രയാസങ്ങളും ശരിക്കും അയാൾക്ക് ഫീൽ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യാനുള്ളൊരു ഇത് വേണം. പിന്നെ വളരെ ഇഫക്റ്റീവായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കണം, പ്രോബിങ്. പിന്നെ ഈ കൗൺസിലിംഗ് അപ്രോച്ചസ്, ഓരോരോ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ഉണ്ട്. അതിലേത് ടെക്നിക്കാണോ, പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയാണ്, CBT. പിന്നെ ചിലത് അത് ഇതിനകത്ത് വളരെ വിശദമായിട്ട് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പറയുന്നുണ്ട്. പിന്നെ പേഴ്സൺ സെൻറ്റേർഡ് തെറാപ്പി ഉണ്ട്, സൊല്യൂഷൻ ഫോക്കസ്ഡ് തെറാപ്പി ഉണ്ട്, സ്പെഷ്യലൈസ്ഡ് കൗൺസിലിംഗ് ഏരിയാസ് ഉണ്ട്. പിന്നെ നമുക്ക് ക്രൈസിസ് ട്രോമ കൊണ്ടായിട്ട് അതിനുള്ള കൗൺസിലിംഗ് ഉണ്ട്, ഫാമിലിക്കുള്ള കൗൺസിലിംഗ് ഉണ്ട്, ഓക്കെ, കപ്പിളിന് ഒന്നിച്ചുള്ള കൗൺസിലിംഗ് ഉണ്ട്, ഹസ്ബൻഡിന് വേണ്ടി മാത്രമോ വൈഫിന് വേണ്ടി മാത്രമുള്ള കൗൺസിലിംഗ് ഉണ്ട്, കരിയറിന് വേണ്ടിയിട്ടുള്ള, കരിയർ ശരിയാകാത്ത നിൽക്കുന്ന ആളിന് കരിയർ എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ് ഉണ്ട്. പിന്നെ ഈ ക്ലയൻറ്റ് അസസ്മെൻ്റ്, അതിലൂടെ ഗോളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന കൗൺസിലിംഗ് ഉണ്ട്. ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അതിന് കൗൺസിലിംഗ് ഫോർ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്, വ്യക്തിത്വം വികസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് ഉണ്ട്, എല്ലാ കുറവുകൾ കണ്ടെത്തിയിട്ട് അത് നികത്താനായിട്ട്. പിന്നെ സെൽഫ് അവെയർനെസ് ആൻഡ് മൈൻഡ്ഫുൾ കൗൺസിലിംഗ് ഉണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ഈ അവെയർനെസ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട്, പിന്നെ ഇമോഷണൽ ഇൻ്റലിജൻസ്, പിന്നെ മാനേജിങ് ഡൈവേഴ്സ് ക്ലൈൻറ്റ് നീഡ്സ്, കൾച്ചറൽ കോമ്പീറ്റൻസി ഇൻ കൗൺസിലിംഗ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ആൻഡ് വർക്ക് വിത്ത് സ്പെഷ്യൽ പോപ്പുലേഷൻസ്, ഇതൊക്കെയുള്ള കാറ്റഗറീസുമായിട്ട്. പിന്നെ പ്രാക്ടിക്കൽ കൗൺസിലിംഗ് സ്കില്ല് നമ്മളെങ്ങനെയാണ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുന്നത്, റാപ്പോ ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള മെത്തേഡ്, കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ കൗൺസിലിംഗ് എങ്ങനെയാണ്, കൗൺസിലിംഗ് പ്രാക്ടീസസ് ആൻഡ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ നമുക്ക് സൂപ്പർവിഷൻ ആൻഡ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, അതിന് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആൻഡ് അഡ്വാൻസ്ഡ് കൗൺസിലിംഗ് സ്ട്രാറ്റജീസ്, അതുപോലെ ഇൻ്റഗ്രേറ്റഡ് കൗൺസിലിംഗ് അപ്രോച്ചസ്, പിന്നെ ഇന്നൊവേഷൻ ഇൻ കൗൺസിലിംഗ്, ഇതെല്ലാം ഈ കോഴ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത് 90 ദിവസത്തിനകത്ത് നമുക്ക് ഒരാഴ്ച കൊണ്ട് പഠിച്ചു കഴിയാം, പക്ഷേ 90 ദിവസത്തിനകത്ത് പ്രാക്ടീസ് ചെയ്ത് യു ക്യാൻ ബി എ പെർഫെക്റ്റ് കൗൺസിലർ. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇനോർമസ് ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും, എമ്പതി നന്നായി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ പലവിധ ടെക്നിക്സ് ആൻഡ് സ്ട്രാറ്റജീസ് ഇൻ കൗൺസിലിംഗ്, നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഒരു പ്രൊഫഷണൽ കോഡ് ഓഫ് കോണ്ടാക്ട് കൗൺസിലേഴ്സിന് വേണ്ട എന്താണ്, ഇനി ഒരു ഓപ്പൺനെസ്സിനൊക്കെ ഉള്ളൊരു സേഫ് പ്ലേസ് എങ്ങനെ പറ്റും, പിന്നെ നമുക്ക് ഒരു സെൽഫ് ഡിസ്കവറി സ്വയം കൗൺസിലർക്ക് നടത്താൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് സപ്പോർട്ട് ക്ലയൻറ്റിന് കൊടുക്കേണ്ടത്, ചാലഞ്ചസ് വന്നാൽ എങ്ങനെ നേരിടണം, ക്ലാരിഫിക്കേഷൻസ് കൊടുക്കാനായിട്ട് കൗൺസിലറുടെ റോൾ എന്താണ്, പിന്നെ ചില സിറ്റുവേഷൻസ് ഓവർകം ചെയ്യാനായിട്ട്, ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് ക്ലിയർലി എക്സ്പ്രസ് ചെയ്യേണ്ടത്, എമ്പതിയോടുകൂടി എക്സ്പ്രസ് ചെയ്യേണ്ടത്, പിന്നെ കുറച്ചുകൂടെ ഡീപ്പർ ലെവലിൽ നമുക്ക് ക്ലയൻറ്റിനെ സൈക്കോളജിക്കൽ ലെവലിൽ മനസ്സിലാക്കാനായിട്ട്, പിന്നെ ക്ലയൻറ്റിൻ്റെ ചില നീഡുകൾ മനസ്സിലാക്കാനായിട്ട്, ആൻഡ് നമുക്ക് വളരെ സൊല്യൂഷൻ ഫോക്കസ്ഡ്, പിന്നെ ക്ലയൻറ്റിനെ മനസ്സിലാക്കി അവരുടെ ഇമോഷൻസിനെ മാച്ച് ചെയ്യിച്ചുകൊണ്ട് അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, പിന്നെ ലേറ്റസ്റ്റ് കൗൺസിലിംഗ് പ്രാക്ടീസസ് എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ട്രസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പേഴ്സണൽ ഗ്രോത്ത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും, കോൺഫ്ലിക്റ്റുകളുണ്ട് എങ്ങനെ റിസോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഓവറോൾ ആയിട്ട് കൗൺസിലിംഗ്, ഒരു ജനറൽ കൗൺസിലിങ്ങിന് ഇതൊന്ന് ഇത് മോർ ദാൻ സഫീഷ്യൻ്റ് ആണ്. ഇതിന് ശേഷം നമുക്ക് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. എൻ്റെ ഇതിൽ പഠിച്ചിട്ടുള്ള ഒരുപാട് കൗൺസിലേഴ്സ് കേരളത്തിലുണ്ട്. വളരെ സീനിയർ കൗൺസിലേഴ്സ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെ അവരും ഇതെടുക്കുകയും ക്ലാസ്സിൽ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അവരുടേതായ നോളജ് ഉണ്ട്. ചിലപ്പോൾ റെപ്പറ്റീഷൻ ആയിരിക്കും, ചിലപ്പോൾ അവർക്കത് വളരെ യൂസ്ഫുൾ ആയിരിക്കും ചില ഏരിയാസ്. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട്, സോ യു ക്യാൻ ബി എ കൗൺസിലർ ഈസിലി. ഓൾ ദ ബെസ്റ്റ്.